നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ശത്രുദോഷത്തെക്കുറിച്ചാണ്. ഈ ശത്രുദോഷം കൊണ്ട് നമുക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ വളരെ പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മുടെ ഭയമാണ്. ഈ ഭയം കൊണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ശത്രുദോഷങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അത് കേൾക്കുക, അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ശത്രുദോഷം. ഒരു ശത്രുദോഷം വന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും, ഒരുപാട് നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും, ഒരുപാട് നിരാശയിലേക്കും ഒരുപാട് അവശതയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. അതായത് രോഗങ്ങൾ വഴിയും സാമ്പത്തിക നഷ്ടങ്ങൾ വഴിയും അതുപോലുള്ള മറ്റ് മാനസിക പ്രശ്നങ്ങളും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ശത്രു ഒരിക്കലും നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ശത്രു ആഗ്രഹിക്കില്ല. അവരാഗ്രഹിക്കുന്നത് നമ്മുടെ നാശമാണ്, നമ്മുടെ സർവ്വനാശമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പോയി നമുക്കെതിരെ ഇങ്ങനെ ചില ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. കാര്യം നമ്മൾ കുറേ വിദ്യാഭ്യാസത്തിലും മറ്റ് എല്ലാ ടെക്നോളജിയിലും നമ്മുടെ ആൾക്കാർ ഉയർന്നു വരുന്നത് അനുസരിച്ച് ഇതിനും ഒരുപാട് അപ്ഡേഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങൾ ഒരുപാടുണ്ട്. അത് മോസ്കായാലും ചർച്ചായാലും അമ്പലങ്ങളായാലും ഒക്കെ ഒരുപാടുണ്ട്. അവിടെയൊന്നും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ചില ഈ ആൾക്കാരെ നശിപ്പിക്കുന്ന വിധത്തിൽ, അവരുടെ നന്മയെ കെടുത്തുന്ന വിധത്തിൽ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് പോകാറുണ്ട്. അതും പോകുന്നത് സാധാരണ ആൾക്കാരല്ല. അവിടെ വരുന്നത് ലക്ഷങ്ങളും കോടികളും വില കൊടുപ്പുള്ള കാറിൽ വരുന്ന ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, അതുപോലെ മറ്റ് പല ഗ്ലാമർ മേഖലകളിൽ നിൽക്കുന്നവരൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പണി കിട്ടിയ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ പരസ്പരം ശത്രു, എന്നെക്കാളും ഒരാൾ നന്നായി പോയാൽ അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ചാൻസുകൾ, അല്ലെങ്കിൽ അയാളുടെ ചാൻസുകൾ അവൻ നശിച്ചു പോയാൽ അത് എനിക്ക് കിട്ടും എന്ന് ആഗ്രഹിച്ചിട്ട് പോകുന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് ഇതുപോലുള്ള ശത്രുദോഷങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ധൈര്യപ്പെടുക എന്നുള്ളതൊരു പരമമായ സത്യമാണ്. കാരണം നമുക്ക് അവൻ പോയി ചെയ്തു എന്നേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മളിലേക്ക് വരും എന്നും നമുക്ക് ഉറപ്പാണ്. പക്ഷെ അതിനെ നമുക്ക് മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പരമമായ സത്യം, ശക്തമായിട്ടുള്ള ഒരു സത്യമാണത്. അത് ആർക്കും അറിയില്ല. നമ്മുടെ മനസ്സ് തളർന്നു പോകുമ്പോഴാണ് ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നത്. കാര്യം നമ്മൾ ധൈര്യപൂർവ്വം നിൽക്കുക, നീ പോയി ചെയ്യടേ, നീ ഇനിയും പോയി ചെയ്യണം, നിൻ്റെ കയ്യിലുള്ള ആയിരങ്ങളല്ല ലക്ഷങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്യുക, പക്ഷെ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തോട് മുന്നോട്ട് പോയാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചനയോ മറ്റു വഴിപാടുകളോ എന്നെപ്പോലെ ഒരാളിനെ കണ്ടിട്ട് ആയിരങ്ങളോ ലക്ഷങ്ങളോ മുടക്കി ഒരു പരിഹാര പൂജയോ ഒന്നും ചെയ്യാതെ നമുക്ക് മനോധൈര്യമുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അങ്ങനെ പറ്റാത്തവർക്കാണ് ഞങ്ങളെപ്പോലുള്ളവർ പോയി പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇത് നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളിത് അറിഞ്ഞു കഴിയുമ്പോൾ. ഞാൻ ഉദാഹരണം പറയണേ, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവമാണ്. അപ്പോൾ അവരറിയുന്നു എനിക്കൊരു ശത്രുവുണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത്. ഒരു ഉദാഹരണം പറയുകയാണ്, എൻ്റെ അടുത്ത് വന്ന കേസുകൾ തന്നെയാണ്. എൻ്റെ അടുത്ത് ഒരാളുണ്ട്, അയാൾ എൻ്റെ ഈ വസ്തു ചോദിച്ചു, ഞാനത് കൊടുത്തില്ല. അല്ലെങ്കിൽ എൻ്റെ വസ്തുവിൻ്റെ ഒരു ഭാഗം അയാൾക്ക് വീട്ടിലേക്ക് കാർ ഷെഡ് കെട്ടാനോ തൊഴുത്ത് കെട്ടാനോ, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് കാർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചോദിച്ചു, ഞാനത് കൊടുത്തില്ല. അതിൻ്റെ പേരിൽ ഞാനുമായിട്ട് വഴക്കടിച്ചു, പ്രശ്നങ്ങൾ കൂടി. അവസാനം അവൻ പറഞ്ഞു, നിന്നെയും കുടുംബത്തിനെയും ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി എന്തൊക്കെയോ ചെയ്ത് എൻ്റെ ഭൂമിയിൽ എവിടെയോ കൊണ്ടിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് മാത്രം മതി, കേട്ടാൽ മതി. അപ്പോൾ അവൻ പോകുന്നു, അവൻ പോയി, അവൻ ചെയ്തു, ഇതെൻ്റെ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു, നാളെ മുതൽ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം പോവും, എൻ്റെ തൊഴിൽ നഷ്ടപ്പെടും, എൻ്റെ മനസ്സ് നഷ്ടപ്പെടും, എൻ്റെ സാമ്പത്തികം പോവും, എൻ്റെ വീട്ടിലെ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടും. ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് യവന് പിന്നെ ഭ്രാന്താണ്. എൻ്റെ അടുത്ത് വന്ന ഒരാളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശരിക്കും പുള്ളിക്കൊരു രോഗമുണ്ട്. അയാൾ പറഞ്ഞ ഈ രോഗം പോലും ഈ ശത്രു ചെയ്യുക വഴി വന്നതാണ്. എന്തിനു പറയുന്നു, ഒരു ദിവസം ഒരു 5 പ്രാവശ്യം ചുമച്ചാൽ അപ്പോഴും വിളിക്കും, എൻ്റെ ശത്രു എവിടെയോ പോയി എന്തോ ചെയ്തിരിക്കുന്നു, ഞാൻ 5 പ്രാവശ്യം ഇന്ന് ചുമച്ചു. ഇല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി,
അപ്പം ചില ഡോക്ടർമാർ നോക്കിയിട്ട് പേടിപ്പിക്കില്ല, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ മിണ്ടാതെ പോയിക്കോളൂ, ഇന്ന ഗുളികൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് എഴുതിത്തരും. ഇപ്പം ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നത് വലിയ രോഗമുണ്ട് എന്ന് ധാരണയുടെ പുറത്താണ് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. ഡോക്ടർ പേടിപ്പിക്കാതെ എന്നാൽ അതിൻ്റെ മരുന്ന് കൊടുത്ത് സമാധാനിപ്പിച്ച് വിടുന്നു. വന്നിട്ട് ഉടനെ വിളിക്കും, ഇത് എനിക്ക് രോഗമൊന്നുമില്ല, ഇത് അവൻ എനിക്കിട്ട് പണി തന്നതാണ്. ഇങ്ങനെ നമ്മൾ മനസ്സ് കൈവിട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ ഒരു രീതിയിൽ സ്വന്തം വീട്ടിൽ പോലും ഇങ്ങനെ ഒരു ശത്രു ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാതെ മറ്റെവിടെയെങ്കിലും പോയി രാത്രി അന്തി ഉറങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർ പറയുന്നത് രാത്രി പ്രേതം വീട്ടിൽ വരും, അവൻ ചെയ്തുവിട്ട ദോഷങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അപ്പം ശരിയായിരിക്കാം, അതില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്തവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നു പോയാൽ നമ്മൾ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ഇതൊക്കെ ഒരു മായ പോലെയാണ് നമ്മളിലേക്ക് വരുന്നത്. ഒരു ഗുണ്ട, ഒരു ചട്ടമ്പി നമ്മൾ അടിക്കാമെന്ന് നമുക്കറിയാം. അവൻ എന്താ വരുന്നു, അവന് ആരോഗ്യമുണ്ട്, അവന് 6 പാക്ക് ഉണ്ട്, അവൻ്റെ കയ്യിൽ മൺവെട്ടിയുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ പിച്ചാത്തിയുണ്ട്, തോക്കുണ്ട്, വടിയുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവനെ എങ്ങനെ പ്രതിരോധിക്കണം നമുക്കറിയാം. ഇത് നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അവൻ നമ്മളടുത്ത് വീം പഠിച്ചതേ ഉള്ളൂ. ചിലപ്പം ഈ പറഞ്ഞതിന് ശേഷം അവൻ പറയും, നിന്നെ ഞാൻ അവിടെ പോയി ചെയ്തോളാം, 7 ദിവസത്തിനൊന്നും ഞാൻ കിടത്തിക്കളയും എന്നൊക്കെ പറയും. ചിലപ്പോൾ അവൻ ഈ പറച്ചിൽ മാത്രമേ കാണൂ. അവൻ പോയി ഒരു ചുക്കിനും പോകില്ല. അവൻ അത് കളഞ്ഞിട്ട് അവൻ അപ്പോഴേ മറന്ന് അവൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഇത് നമ്മളെ മനസ്സിലിടും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലിട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ പിന്നെ കൂട്ടും. പിന്നീട് നമ്മൾ നടക്കുമ്പോൾ ഒന്ന് കാലൊന്നും മടങ്ങിപ്പോയാലോ, നമ്മുടെ ബൈക്ക് വഴിയിലൊന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് നിന്ന് പോയാലോ, അല്ലെങ്കിൽ ഭാര്യയും നമ്മളും തമ്മിൽ വഴക്കുണ്ടായോ, എൻ്റെ കുട്ടിക്ക് ഇപ്പം മാർക്കൊന്ന് കുറഞ്ഞു പോയാലോ, ഒരു ദിവസത്തെ വരുമാനം ഒന്ന് നഷ്ടപ്പെട്ടു പോയാലോ ഒക്കെ പറയും, അവൻ ചെയ്തതാണ്, അവൻ ചെയ്തതാണ്, അവൻ ചെയ്തതാണ്. ഇത് പിന്നീട് നമുക്കൊരു മാനസിക വിഷയമായിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്താണത്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ളതൊന്നും പെട്ടെന്നൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ, അതായത് നമ്മുടെ മനോബലം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കുകയുള്ളൂ. അങ്ങനെ മനോധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ള എത്രയോ പേരെ എനിക്കറിയാം. 7 ദിവസത്തിനുള്ളിൽ നിന്റെ കുടുംബത്തിനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞ് പോയി ശക്തമായി ചെയ്തു തെളിവ് വരെ കാണിച്ചു കൊടുത്ത്, ഞാൻ പോയി ചെയ്തിട്ട് ഇതാ വരുന്നു എന്ന് തെളിവ് വരെ കാണിച്ചു കൊടുത്തിടത്ത് ധൈര്യപൂർവ്വം നിന്നിട്ട് 7 വരെ അവനൊന്നും സംഭവിച്ചില്ല. 8ൻ്റെ അവൻ പറഞ്ഞു, 7 വരെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഇനിയും പോയി ചെയ്യൂ, എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അന്തസ്സായി ജീവിച്ചിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് നേരിട്ടറിയാം. അപ്പം അതിനർത്ഥം നമുക്കിതിനെയൊക്കെ മനോധൈര്യം കൊണ്ട് നേരിടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എന്നാലോ ഇങ്ങനെ പറഞ്ഞ് അവൻ നിന്നെ ഞാൻ ചെയ്തു കളയും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ ആ ഒരു ദേഷ്യം വന്നപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് അവൻ പോയെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു പറച്ചിലോടുകൂടി ജീവിതം പൂർണ്ണമായും നഷ്ടപ്പെട്ട്, സ്വബോധം നഷ്ടപ്പെട്ട്, രോഗം പിടിച്ച് അവശത വന്നതുപോലെ കിടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഇതൊക്കെ മനസ്സിൻ്റെ ഒരു പേടിയാണ്. ഇത് സത്യമല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് സത്യവും ഉണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. കാര്യം ഇന്ന് ഇതുപോലുള്ള ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത്രയും ആൾക്കാർ വരാനും ഇത്രയും ഇതിനുള്ള സ്ഥാപനങ്ങൾ വർദ്ധിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ നിന്നില്ല എങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവരെ സമീപിക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര അർച്ചനയോ ഭദ്രകാളി ക്ഷേത്രത്തിലോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പലർക്കും ഇതിനെ നേരിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് അവൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, അല്ലെ അവൻ ചെയ്തത് നമ്മളിലേക്ക് വന്നു, അത് നമ്മൾ ദുരന്തങ്ങൾ അനുഭവിക്കുന്നു. ഈ ചിന്തിക്കുന്നവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ളൊരു വഴി ചെയ്തു കൊടുത്താലും അവർക്കത് ഗുണകരമായിട്ട് വരും. അവർ അതിനേക്കാളും നമുക്കിപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി ഇതാ ചെയ്തു തന്നല്ലോ, ഇനി നമുക്ക് രക്ഷപ്പെടാം. ഈ ചിന്ത അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കും. പക്ഷേ ഇത്രയും പൈസകളൊന്നും കളയാതെ, ഇത്രയും നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ നമുക്ക് അവൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാം. നീ പോടെ, നിൻ്റെ ജോലി നോക്കി, നീ 7 ഇനി 70 ദിവസം കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ ശത്രുദോഷമെന്നല്ല, കൂടപത്രമെന്നല്ല, ഇനി എന്തൊരു പണ്ടാരമായാലും നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും. ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ പോകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതൊന്നും കാണാനേ പറ്റുന്നില്ല. ഇങ്ങനൊരു സംഭവമേ ഇല്ല. അവരുടെ മാനസികമായിട്ടുള്ള പേടിയാണ്. പിന്നെ ചില ആൾക്കാരുടെ മാനസികാവസ്ഥ കാണുമ്പോഴേ എന്നെ പോലുള്ളവർക്ക് അറിയാം.
ഇനിയിപ്പം പറയാൻ പോകുന്ന കാര്യം ഞാൻ അങ്ങനെയൊന്നും പോയി ചെയ്യാറൊന്നുമില്ല കേട്ടോ. പറയും ഇങ്ങനെ സ്വാമി അല്ലെങ്കിൽ സാറേ എൻ്റെ വീട്ടിൽ അടുത്തൊരുത്തനുണ്ട്, അവൻ എന്തോ ചെയ്ത് എൻ്റെ ഭൂമിയിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഈ എടുക്കാൻ വരുന്ന വിദഗ്ധൻ അവൻ വിദഗ്ധമായി തന്നെ, ഞാൻ അതുകൊണ്ടാണ് വിദഗ്ധൻ എന്ന് പറഞ്ഞത്, വിദഗ്ധമായി തന്നെ കുറേ തകിടുകൾ അവൻ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചു വെച്ചിട്ട് അവൻ തന്നെ കുഴിച്ചെടുത്ത് അവരെ പേടിപ്പിച്ച് കളയുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിടിച്ചിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ കയ്യോടുകൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്. കാര്യം അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരുപാട് പേര് എനിക്ക് അതിൻ്റെ വീഡിയോകൾ അയച്ചു തന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വന്ന് പറയും ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പിടിച്ച കേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് തന്ത്രിയായി നിന്നൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ അവിടെ ഞായറാഴ്ച ഒരു ദിവസം, അപ്പം എല്ലാ ദിവസവും ഒരു സ്വാമി അനുഗ്രഹിച്ചിരുന്ന പ്രശ്നം നോക്കിയിട്ട് അവരുടെ അടുത്ത് പറയാം, നിങ്ങളുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ ഇന്ന ഭാഗത്തു നിന്നും ഒരടി നീളത്തിനും ഒരടി വീതിക്കും ഒരടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് ആ മണ്ണെല്ലാം കൂടെ ഇഞ്ഞു കൊണ്ടുവരാൻ പറയും. അതിനകത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശത്രു ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്, ഞാനത് എടുത്തു തരാം, അത് ഇഞ്ഞു കൊണ്ടുവരാൻ പറയും. ഈ ഞായറാഴ്ച ദിവസമാണ് ഇങ്ങനെയുള്ള ദിവസം ഇത് കൊണ്ടുവരാൻ പറയുന്നത്. ഈ ഞായറാഴ്ച ദിവസം ആകുമ്പം ആൾക്കാർ ഇല്ല, ഈ പറഞ്ഞ കണക്ക് കശുവണ്ടി ഫാക്ടറി പോകും പോലെ ചാക്ക് കെട്ടുമായിട്ടൊക്കെയാണ് അവർ വരുന്നത്. എല്ലാവരും മണ്ണും കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ 25-50 പേര് നിൽക്കും. അപ്പം ഇത് ഒരു മുറിയുണ്ട്. ഈ മുറിയുടെ അകത്ത് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാർ അവിടെയാണ് സ്വാമി പോയി ഈ പ്രശ്നം പറഞ്ഞ ആൾ തുള്ളി വന്നിട്ട് അവിടെ നിന്ന് കുറേ ഭസ്മം വാരിക്കൊണ്ടുവന്ന് ഇട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പം വലിയ ഒരു ചരുവമുണ്ട്, അലുമിനിയം ചരുവം. ഈ ചരുവത്തിലേക്ക് മണ്ണ് തട്ടാൻ പറയും. അപ്പോൾ അവരവിടെ കൊണ്ടുവച്ചാൽ മതി. ബാക്കിയൊക്കെ ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഈ മണ്ണ് ചാക്കിനകത്ത് അഴിച്ചിട്ട് ഇതിനകത്ത് തട്ടിക്കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ പറയും. അപ്പം നിറച്ച് വെള്ളവും ഒഴിക്കും. വലിയ ചരുവമാണ്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ഉടനെ സ്വാമി അതിനകത്ത് നോക്കി ഇങ്ങനെ ചൂരെല്ലാം പിടിച്ച് കുറേ ഗോഷ്ഠിയൊക്കെ കാണിച്ചതിന് ശേഷം തമ്പുരാനാണ് വന്ന് നിൽക്കുന്നത്. അകത്ത് പോയിട്ട് ഭസ്മം ഇങ്ങനെ ഒരു തട്ടത്തിൽ നിന്ന് ഒരു കുത്ത് ഭസ്മം ഇങ്ങനെ വാരിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ചരുവത്തിന് മുമ്പ് വന്ന് ഇങ്ങനെ കുറേയൊക്കെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഇതിങ്ങനെ നേരെ ഇതിനകത്തേക്ക് അങ്ങ് എറിയും. ഈ വെള്ളവും മണ്ണും അതിനകത്തങ്ങ് എറിയും. എന്നിട്ട് അവരോട് പറയും, കലക്കാൻ പറയും. ഈ വീട്ടുകാരോട് തന്നെ കലക്കാം. വീട്ടുകാരെല്ലാം കൊണ്ടൊന്ന് കലക്കി ഒരു ചെളിയും വെള്ളവും എല്ലാം കൂടെ ആക്കി വയ്ക്കും. അപ്പോൾ എന്നിട്ട് നിറച്ച് വെള്ളം, ഒരുപാട് വെള്ളം കാണും. ക്ഷേത്രക്കാരത്ത് പറയും വാരിയിട്ട് അരിക്കാൻ പറയും. അവരിങ്ങനെ മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഈ തറയിൽ ഇങ്ങനെ ഇട്ട് അരിച്ചരിച്ച് നോക്കുമ്പം ഇതിനകത്ത് തകിട് അങ്ങനെ പല സാധനങ്ങളും കിട്ടും. സത്യം പറഞ്ഞാൽ ചില വീട്ടുകാർ അവിടെ സ്വാമിയുടെ പാദത്തിൽ വീണ് കിടന്ന് കരയണത് ഞാൻ കണ്ടിട്ടുണ്ട്. രക്ഷിച്ചല്ലോ സ്വാമി ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സംശയം തോന്നി. അപ്പം ഞാൻ അവിടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിരുന്നു. അപ്പം ഈ ആഴ്ചയിൽ 3 ദിവസം ഞാൻ അവിടെ ചെല്ലണം. അങ്ങനെ ഞാൻ ഒരു ദിവസം ചെന്നിട്ട് അപ്പം ഇതിനകത്തെല്ലാം ഈ മുറിക്കകത്തെല്ലാം ഒരുക്കുന്നത് സ്വാമിയാണ്. അപ്പോൾ സ്വാമി വലിയൊരു പാത്രം നിറച്ച് ഭസ്മമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ വെച്ച് സ്വാമി എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഈ പ്രകടനം കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്ത്രിയായതുകൊണ്ട് എനിക്ക് ഇതിനകത്തെല്ലാം കയറാം. ഞാൻ എല്ലായിടത്തും കയറും. ഈ ആൾത്തറകളിലെല്ലാം പറ്റുമാരൊക്കെ വേറെ ഒരുപാട് പറ്റുമാരുണ്ട്. അങ്ങനെ ഒരു ദിവസം എനിക്ക് സംശയം, ഇത് ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരിങ്ങനെ ഇത് പറ്റിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു ദിവസം അവിടെ ചെന്ന് ഈ സ്വാമി ഇതൊക്കെ കഴിഞ്ഞിട്ട് കമ്മിറ്റി ഓഫീസർ സ്വാമിയും മറ്റുള്ള കൂട്ടുകാരും സംസാരിച്ചിട്ട് ഞാൻ പതുക്കെ ഇതിനകത്ത് കയറി ഭസ്മം ഞാനൊന്ന് കിണ്ടി കളച്ച് നോക്കിയപ്പം ഒറിജിനൽ സാധനം ഈ സ്വാമി എടുക്കുന്ന തകിടുകൾ അതിനകത്ത് കുഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാമി ഈ തകിടും ഭസ്മം എല്ലാം കൂടെയാണ് വാരിക്കൊണ്ടുവന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെ അടിക്കുന്നത്. ഈ ചെണ്ടമേളവും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഒരു വല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. എടുക്കുമ്പം ഞാനും ആദ്യമൊക്കെ അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് നിരന്തരം ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഉടായിപ്പെട്ടെന്ന് മനസ്സിലായിട്ട് ഞാനിത് കണ്ടുപിടിച്ചത്. ഇതുപോലെ അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കി, ഞാൻ അവിടെ കളഞ്ഞിട്ട് കളഞ്ഞു. ഇതുപോലെ ഒരുപാട് കേസ് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്തിന് എൻ്റെ മൊബൈൽ ആൾക്കാർ ഇട്ട് വരുന്നു, ഇങ്ങനെ ഓരോന്ന് പോയി എടുത്തു തന്നത് എന്നൊക്കെ ചോദിച്ചാൽ പലരും ചോദിക്കുന്നുണ്ട്, സ്വാമി വന്ന് എടുത്തു വരുമെന്ന് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, ഞാൻ എടുത്ത് തരാറുമില്ല. അങ്ങനെ ഒരുപാട് പേര് ഇത് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുന്നവർ അവരിത് വെച്ചിട്ട് പിന്നെ അവർ ഓരോന്നും അവർ തീരുമാനിക്കണം. എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചത് ഇത് വെച്ചിട്ടാണ്, എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ പണം നഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവർ പിന്നെ എല്ലാം ഇതിനെ പഴിച്ചാരും. ഇതൊരു മാനസിക രോഗമായിട്ട് വരെ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്.
അപ്പം ശത്രുദോഷമല്ല, കൂടപത്രമല്ല, എന്ത് കുന്തം വന്നാലും മനസ്സുകൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനുശേഷം അതിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ശക്തമായിട്ട് വരും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതിന് നമുക്ക് മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ നമുക്ക് വന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർ വന്ന് കണ്ട് ഇതിനൊരു പരിഹാരം തേടാൻ സാധിക്കുള്ളൂ. കഴിയുന്നിടത്തോളം ഇതിന് നിത്യം പരിഹാരത്തിന് പോകുന്ന ഞാനാണ് പറയുന്നത്, നിങ്ങൾക്കിതിനെ സ്വയം പ്രതിരോധിക്കാൻ സാധിക്കും. ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മൾ തല കുനിച്ചാൽ മാത്രമേ അത് നമ്മുടെ മണ്ടയ്ക്ക് കയറുള്ളൂ. നമ്മൾ ഞെളിഞ്ഞ് നടന്നാൽ ഇത് നമ്മുടെ രോമത്തിൽ പോലും തൊടില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായിട്ട് തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീടിനോ ഭൂമിക്കോ വാസ്തുദോഷമോ അതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ സർപ്പദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാൽ മാത്രമേ പൂർണ്ണമായും അത് കണ്ട് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയാനുള്ളൊരു സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരം വരെ വരേണ്ടി വരും. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽസുമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.